പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. ഞാനിവിടെ ബുധനെ നമസ്കരിക്കും. ശ്ലോകത്തിൻ്റെ അന്തസ്സാരം ശ്ലോകം അതാണ്, ആശയം. ബാക്കി ബുധൻ്റെ വിശേഷണങ്ങളാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, ബുധൻ ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. 2026 മെയ് 15 കാലത്ത് 12:30 ബുധൻ ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. നാം പ്രത്യേകിച്ച് ഓരോ ഗ്രഹങ്ങളെയും ചാരവശാലുള്ള മാറ്റങ്ങൾ പറയാറുണ്ട്. കാരണം ചാരവശാൽ ഓരോ ഗ്രഹത്തിനും ഓരോ ധർമ്മമുണ്ട്. വചനം ജ്ഞാനം ഇന്തോഹോ തനുജഹ. ചന്ദ്രപുത്രനായ ബുധൻ വചനം വാക്കാണ്, ജ്ഞാനം അറിവാണ്. അതിന് പുറമെ ലോകത്തിലെ എല്ലാ മേഖലകളും പെട്ടെന്ന് ഫലം കിട്ടുന്ന, പെട്ടെന്ന് ഫലം തരുന്ന ഗ്രഹമാണ് ബുധൻ. ഏത് ഗ്രഹങ്ങൾക്കും ഓരോ സമയത്ത് ഫലമാണ്. പക്ഷെ ബുധനെ കൊണ്ട് പറയുമ്പോൾ ബുധ ഫലദസ്തു സർവദാ. ഏത് സമയത്തും ബുധൻ ഫലം ചെയ്യും. പലപ്പോഴും സൂര്യനോടുകൂടെ ബുധൻ നിൽക്കുന്നു, അത് നിപുണയോഗമാണ്. അവിടെയൊക്കെ ബുധന് പെട്ടെന്ന് മൗഢ്യം കൊടുക്കും. എങ്കിലും ഏകരാശിയിൽ സൂര്യൻ ബുധന് നിൽക്കുകയാണെങ്കിൽ ആ മൗഢ്യത്തിന് വളരെ പ്രസക്തിയില്ല. 2 രാശികളായി ബുധൻ മൗഢ്യത്തോടുകൂടെ നിൽക്കുമ്പോൾ അതിന് പ്രസക്തിയുണ്ട്, ബുദ്ധിമുട്ടുണ്ടാകും. പലപ്പോഴും പറയാറുണ്ട്, മറഞ്ഞ ബുധൻ നിറഞ്ഞ വിദ്യയെ പ്രദാനം ചെയ്യുമെന്ന്. ലോകത്തിലെ എല്ലാവിധ ഗാംബ്ലിംഗ് പ്ലാനറ്റുമാണ് ബുധൻ. ലോട്ടറിയായിട്ട് ബന്ധപ്പെടുന്ന വ്യാപാരങ്ങളായാലും, പ്രിൻറ്റിംഗ് ടെക്നോളജി ആയാലും, ഇന്നത്തെ AI ടെക്നോളജി ആയാലും, ഈവൻ ജ്യോതിഷവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലായാലും ബുധൻ നല്ല സ്ഥാനത്താണെങ്കിൽ നല്ല ബുദ്ധി, നല്ല വിഷയത്തിലുള്ള അവഗാഹം ബുധനുണ്ടാക്കും. പാണ്ഡിത്യം, സുവചനം, കലാസു നിപുണതാം, അറിവ്, കലകളിലുള്ള താല്പര്യം, ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ ബുധൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ കൂടുതലാണ്. ആ ബുധൻ വ്യാഴത്തോടുകൂടി വന്നാൽ അയാൾ സംഗീതവും നൃത്തവും ഇഷ്ടപ്പെടും. ആ ബുധൻ ശുക്രനോടുകൂടി വന്നാൽ അയാൾ വലിയ അറിവും പണ്ഡിതനും ലീഡർഷിപ്പും ഉണ്ടാക്കും. ആ ബുധൻ ചൊവ്വയോടുകൂടി വന്നാൽ വലിയ വ്യാപാരിയാകും. ആ ബുധൻ ശനിയോടുകൂടി വന്നാൽ അയാൾ നിഗൂഢശാസ്ത്രങ്ങളിൽ വലിയ ജ്ഞാനമുണ്ടാക്കും. ഇപ്രകാരം ബുധൻ ഓരോ ഗ്രഹത്തിനോടുകൂടെ നിൽക്കുമ്പോഴും നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നു. ഏതായാലും ബുധൻ്റെ രാശിവശാലുള്ള മെയ് 15 മുതലുള്ള 15 ദിവസത്തേക്കുള്ള മാറ്റമാണ്. മെയ് 31 ബുധൻ തിരിച്ച് മിഥുനത്തിലേക്ക് പോകും, സ്വന്തം ക്ഷേത്രത്തിലേക്ക് പോകും. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ഓരോ രാശിക്കാർക്കും ഈ ബുധൻ എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം. പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം നക്ഷത്രങ്ങളിൽ നിന്ന് 2 നക്ഷത്ര സമൂഹം. ബുധൻ നിൽക്കുന്നത് 11ാം ഭാവത്തിലാണ്, ഇടവൻ രാശിയിലാണ്. 2 ഭാവങ്ങളുടെ ആധിപത്യമാണ് ബുധനുള്ളത്. ഒന്ന് മിഥുനൻ രാശിയുടെ ആധിപത്യം, വൈകല്യം, പാപം, പതനം, നരകം, ഇതൊക്കെ ചിന്തിക്കണം. മറ്റൊന്ന് 3ാം ഭാവാധിപത്യം, സഹോദരങ്ങൾ, സഹായികൾ, തൻ്റെ അഭിമാനം, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവം. ഇവർ കർക്കിടക രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് 11ാം ഭാവത്തിലാണ്, നല്ല ഭാവത്തിലാണ്. 11ാം ഭാവത്തിൽ സലാഭ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൂര്യൻ വന്നാലും ബുധൻ വന്നാലും സലാഭ, ലാഭേന സഹ വർത്തതേതി സലാഭ, ലാഭത്തോടു കൂടെ ഇരിക്കുന്ന വ്യക്തി എന്നർത്ഥം. അതിനാൽ പല കാര്യങ്ങളിലും വിഷയങ്ങളിലും ലാഭമുണ്ടാവുക, അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കുക. 11 നിൽക്കുന്ന ഗ്രഹം 5ാം ഭാവത്തിലേക്ക് നോക്കുമ്പോൾ ബൗദ്ധികമായ പഠനപരമായ വിഷയത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവുക, സന്താന വിഷയങ്ങൾക്ക് വളരെ അനുകൂലമായി വരിക. പലപ്പോഴും പല ദൗത്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ബൗദ്ധികമായ പല കർമ്മങ്ങളിലും മുന്നോട്ടിറങ്ങി അതിലൂടെ മുന്നോട്ട് നയിക്കുവാനുള്ള ഒരു ശേഷിയും ധീരതയും യുക്തിയും കൗശലവും ഈ 11ാം ഭാവം നിൽക്കുന്ന ബുധൻ നന്നായി പ്രദാനം ചെയ്യും. നജേ ദ്വാദശയസ്യ സീതാംശു ജന്മ കഥം തദ്ഗൃഹം ഭൂമിദേവ ഭജന്തി രണേ വൈരിണോ ഭീതി മായാന്തികസ്മാ ഹിരണ്യാദികോശം കഥം പോന്നു വിധിയാത്. 11 ബുധനില്ലെങ്കിൽ ലാഭമുണ്ടാകില്ല. കന്യകകളെ നല്ല ഉത്തമമായ ഒരു ഭർത്താവിൻ്റെ കൈവശം കൊടുക്കാൻ പറ്റില്ല, കൈപിടിച്ച് കൊടുക്കാൻ പറ്റില്ല. ബ്രാഹ്മണന്മാർ തന്നെ ഉപേക്ഷിച്ച് പോകും. എന്നാൽ 11 ബുധനുണ്ടെങ്കിൽ ബ്രാഹ്മണന്മാരെ അനുഗ്രഹിക്കും, പണ്ഡിതന്മാരെ അനുഗ്രഹിക്കും. തൻ്റെ കന്യകയുടെ വിവാഹ വിഷയം അനുകൂലമായി വരും. ഇതൊക്കെ സംഭവിക്കും 11 ബുധനുണ്ടെങ്കിൽ. അപ്രകാരം തന്നെ മക്കളുടെ പഠനപരമായ വിഷയങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. സന്താന വിഷയത്തിലേക്ക് ഉത്സാഹിക്കുന്നവർക്ക് ഈ ബുധൻ 11 ബുധൻ 5ാം ഭാവത്തിലേക്ക് നോക്കുന്നത് കൊണ്ട് സന്താന വിഷയത്തിനും അനുകൂലമായ ഒരു സമയമാണെന്ന് അറിയുക. എല്ലാ നന്മകളും കർക്കിടക രാശിക്കാർക്ക് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.